ഹലോ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഫങ്ഷൻസിനെ പറ്റിയാണ്. ഇപ്പോൾ ഫങ്ഷൻസ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം ഉണ്ട്, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. വി ഹാവ് ടു സോൾവ് ദ സൊല്യൂഷൻ. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് വൺ. അതെന്ന് പറയുന്ന ഒരു വലിയ പ്രോബ്ലമാണ്. സോ ഒരാൾക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിനെ വാട്ട് വി വിൽ ഡു, വി വിൽ സബ്ഡിവൈഡ് ദിസ് പ്രോബ്ലം ഇൻറ്റു സ്മോളർ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ പ്രോബ്ലംസും ഓരോ ആൾക്കാരുടെ അടുത്ത് സോൾവ് ചെയ്യാൻ കൊടുക്കും. അല്ലെങ്കിൽ മോർ ദാൻ വൺ പ്രോബ്ലംസ് ഒരാളുടെ അടുത്ത് സോൾവ് ചെയ്യാൻ കൊടുക്കും. അങ്ങനെ നമുക്ക് വിത്തിൻ ഒരു ലിമിറ്റഡ് ടൈം നമുക്ക് ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡിനെയാണ് നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത്, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിവൈഡിങ് ദ പ്രോബ്ലംസ് ഇൻറ്റു എ ബിഗ് പ്രോബ്ലം ഇൻറ്റു സ്മോളർ വൺ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, നമുക്ക് ഒരു വലിയ പ്രോബ്ലത്തിനെ നമുക്ക് സ്മോളർ പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിവൈഡ് ഇൻറ്റു സ്മോളർ പ്രോബ്ലംസ്, അതെന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഒരു ലിമിറ്റഡ് ടൈമിൽ നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇങ്ങനെ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് അതിനകത്തൊരു റീഡബിലിറ്റി അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഓഫ് പ്രോബ്ലം കാണും. ഇപ്പോൾ ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള ഡൗട്ട് വരും. പക്ഷെ നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം തന്നിട്ട് നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടും, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും. അതിനെയാണ് നമ്മൾ റീഡബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, റീഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ ദ പ്രോഗ്രാമിംഗ് സെൻസ് റീഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരാൾക്കും കൂടെ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ റീഡബിലിറ്റി എന്ന് വിളിക്കുന്നത്, അതിനെ ക്ലാരിറ്റി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, മോഡുലാർ പ്രോഗ്രാമിംഗ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആളിനെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുന്നത്, ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഫങ്ഷൻസ് ഈസ് നത്തിങ് ബട്ട് എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് വിച്ച് പെർഫോം എ ടാസ്ക്, എ പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. ഫങ്ഷൻ 3 പാർട്ടാണുള്ളത്. ഓക്കെ, 3 പാർട്ടെന്ന്, 3 അല്ല, കുറച്ച് പാർട്ടുണ്ട്, നമുക്ക് പറയാം. ഫസ്റ്റ് വൺ, ഫങ്ഷന് ഏതൊരു ഫങ്ഷൻ ആയിരുന്നാലും അതിനൊരു പേര് കാണും, ഫങ്ഷൻ നെയിം കാണും. പിന്നെ അതിനൊരു റിട്ടേൺ ടൈപ്പ് കാണും. റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് ഒരു 3 നമ്പർ വാങ്ങിച്ചിട്ട് അതിൻ്റെ സം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സം ചെയ്യുമ്പോൾ നിങ്ങൾ 3 നമ്പർ ആഡ് ചെയ്യാൻ, 10 + 20 + 30. അപ്പോൾ ആൻസർ എത്രയായിരിക്കും കിട്ടുന്നത്? 10 + 20 which is equal to 30. 30 + 30 60. ഈ 60 എന്ന് പറയുന്ന നമ്പർ നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണ്. ദെൻ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റിട്ടേൺ വാല്യൂ എന്ന് വിളിക്കുന്നത്. റിട്ടേൺ വാല്യൂ 60 എന്ന് പറയുന്നതിനെയാണ് റിട്ടേൺ വാല്യൂ എന്ന് വിളിക്കുന്നത്. ആ വാല്യൂവിൻ്റെ ടൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റിട്ടേൺ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. 60 എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു എന്ത് വാല്യൂ ആണ്, ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. സോ വാട്ട് ഈസ് ദ ടൈപ്പ്? ഇൻറ്റ് ഈസ് ദ ടൈപ്പ്. അപ്പോൾ ഇൻറ്റ് എന്നാണ് ടൈപ്പ്. ഇനി ചിലപ്പോൾ നമ്മളൊരു സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട പ്രോഗ്രാം ആയിരിക്കും ചെയ്യുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം ആകുമ്പോൾ നമുക്കറിയാം അതിനകത്ത് എന്ത് വരും, അതിൻ്റെ അകത്ത് നമുക്ക് ചിലപ്പോൾ ഡെസിമൽ പോയിന്റ്സ് ഒക്കെ വരും സിമ്പിൾ ഇൻട്രസ്റ്റിനകത്ത്. അപ്പോൾ എന്ത് സംഭവിക്കും, അപ്പോൾ അവിടെ എന്തിൻ്റെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആയിരിക്കും വരുന്നത്. ആ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും റിട്ടേൺ ടൈപ്പ്? നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് ആയിരിക്കും. സോ ഫ്ലോട്ട്.
ചിലപ്പോൾ ഡബിൾ ആവാം, ചിലപ്പോൾ ക്യാരക്ടർ ആവാം നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്, എന്ത് വേണമെങ്കിലും ആവാം. ഇനി ചിലപ്പോൾ എനിക്ക് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നമ്പർ വാങ്ങിച്ചിട്ട് അതിൻ്റെ സം ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുമ്പോൾ ഞാൻ ഫംഗ്ഷനകത്ത് വെച്ച് ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. വെദർ ഐ ആം റിട്ടേണിങ് എനി വാല്യൂ, നോ, ഐ ആം റിട്ടേണിങ് നോ വാല്യൂസ്. സോ ഒരു വാല്യൂ ഞാൻ റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ വാട്ട് വിൽ ബി ദ ടൈപ്പ്? റിട്ടേൺ ടൈപ്പ് വിൽ ബി void. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷന് എന്തൊക്കെ പാർട്സ് ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ മനസ്സിലാക്കി ഒരു ഫംഗ്ഷൻ ഒരു പേര് വേണം. ഇഫ് ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് വിച്ച് ഈസ് സെയിം ആസ് എ വേരിയബിൾ നെയിം. നമ്മൾ വേരിയബിൾസിന് പേര് കൊടുത്തില്ലേ, അതേപോലെ തന്നെ, അല്ലെങ്കിൽ ഐഡന്റിഫയേഴ്സിന് പേര് കൊടുത്തില്ലേ, അതേപോലെ തന്നെയാണ് ഒരു വേരിയബിളിന്റെ പേര് എന്ന് പറയുന്നത്. ഒരു വേരിയബിളിന്റെ പേര് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ഇറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ഓർ അണ്ടർസ്കോർ ആൻഡ് ഇറ്റ് വിൽ ഓൺലി ഹാവ് എന്തൊക്കെയാണ്? ഇറ്റ് വിൽ ഓൺലി ഹാവ് ലെറ്റേഴ്സ്, ക്യാരക്ടേഴ്സ്, ലെറ്റേഴ്സ്, അണ്ടർസ്കോർ ആൻഡ് ഡിജിറ്റ്സ്. ഇത്രയും മാത്രമേ അതിനകത്ത് പറ്റത്തുള്ളൂ. ഒരു കീവേഡ് ആവരുത്. അങ്ങനെയൊക്കെ പറഞ്ഞ് വേരിയബിൾസിന്റെ നെയിമിംഗ് കൺവെൻഷൻസ് എന്തൊക്കെയാണോ അത് തന്നെയാണ് നമ്മൾ എന്തിനും ഫോളോ ചെയ്യുന്നത്? ഫംഗ്ഷൻ നെയിമിനും ഫോളോ ചെയ്യുന്നത്. ദെൻ വി ഹാവ് പാരാമീറ്റർ ലിസ്റ്റ്. പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ആ ഫംഗ്ഷന് ഒരു ഇൻപുട്ടും കൊടുക്കത്തില്ല. ചിലപ്പോൾ ഞാൻ ഒരു 2 വാല്യൂ കൊടുക്കും, ചിലപ്പോൾ ഒരു വാല്യൂ കൊടുക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാരാമീറ്റർ ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ എക്സാമ്പിളിന്റെ സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു പാരാമീറ്റർ എങ്ങനെ പാസ് ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ വി ഹാവ് 2 പാരാമീറ്റേഴ്സ്, P1 ആൻഡ് P2 എന്ന് പറയുന്ന 2 പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ അതിനെ ഞാൻ എങ്ങനെയാണ് ഫംഗ്ഷനിൽ റെപ്രസെന്റ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഞാൻ എന്ത് ചെയ്യണം? ഡേറ്റ ടൈപ്പ് ഓഫ് P1 പറയുക, കോമ P2ന്റെ ഡേറ്റ ടൈപ്പ് പറയുക. കോമ സെപ്പറേറ്റഡ് ആയിട്ടാണ് നമ്മൾ പാരാമീറ്റേഴ്സ് പറയേണ്ടത്. ആൻഡ് പാരാമീറ്റേഴ്സ് റെപ്രസെന്റഡ് ബൈ ഇറ്റ്സ് ഡേറ്റ ടൈപ്പ് ഫോളോഡ് ബൈ ദ പാരാമീറ്റർ നെയിം. ആ P1 ഉം P2 എന്നും പറയുന്നത് എന്താണ്? പാരാമീറ്ററിന്റെ പേരുകളാണ്. ഇത്രയും കാര്യങ്ങളാണ് 3 ബേസിക് കാര്യങ്ങൾ. പിന്നെ ഈ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് വിച്ച് പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 3 നമ്പർ പാസ് ചെയ്യുമ്പോൾ അതിന് സം കണ്ടുപിടിക്കണം. ആ സം കണ്ടുപിടിക്കേണ്ട കോഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് വിളിക്കുന്നത്. അതിനെ എന്തെന്ന് വിളിക്കും? ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് എന്തൊക്കെ കാണും? കണ്ടെയ്ൻ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്. സെയിം സാധനം തന്നെയാണ്. ഫംഗ്ഷന്റെ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് വിച്ച് പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. അതാണ് കാണുന്നത്. ഇനി ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന ഒരു റിട്ടേൺ ടൈപ്പ് കാണും. റിട്ടേൺ ടൈപ്പ് എല്ലാ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? റിട്ടേൺ എന്ന് പറഞ്ഞൊരു കീവേഡ്, ഇതിനെ നമ്മൾ റിട്ടേൺ എന്ന് പറയുന്നതിനെ കീവേഡ് എന്ന് വിളിക്കും, ഫോളോഡ് ബൈ അതിന്റെ വാല്യൂ. എന്ത് വാല്യൂ ആണോ നമുക്ക് പാസ് ചെയ്യേണ്ടത് ആ വാല്യൂ. ഓക്കെ, ഇത്രയാണ് ഒരു ഫംഗ്ഷൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് വൺ, ഒരു ഫംഗ്ഷൻ നെയിം ഉണ്ട്, റിട്ടേൺ ടൈപ്പ് ഉണ്ട്, പാരാമീറ്റർ ലിസ്റ്റ് ഉണ്ട്, ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ട്, ഫംഗ്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ്, എന്താണ് ഈ റീയൂസബിലിറ്റി എന്ന് പറഞ്ഞൊരു അഡ്വാൻറ്റേജ് ആണ്. ഫംഗ്ഷന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. ഈ റീയൂസബിലിറ്റി ഒക്കെ നമുക്ക് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കാര്യം ഒരു ചെറിയ എക്സാമ്പിൾ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോഗ്രാമാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഒരു നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ആദ്യം എനിക്ക് എന്ത് ചെയ്യണം? n എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ എനിക്ക് ഓഡ് ആണോ ഈവൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ? ആദ്യം എന്ത് ചോദിക്കണം? എൻ്റർ ദി വാല്യൂ ഓഫ് n. ഞാൻ പറയുന്നു എൻ്റർ ദി വാല്യൂ ഓഫ് n. ഞാനാണെങ്കിൽ അത് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആംപർസെൻഡ് n. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു നമ്പർ മേടിച്ചു. ഇനി ഞാൻ എന്താ ചെക്ക് ചെയ്യേണ്ടത്? അത് ഓഡ് ആണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് ഓഡ് ആണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്? n mod 2. ഇഫ് n mod 2 ഈക്വൽ ടു 0 ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് എന്ത് നമ്പർ ആയിരിക്കും? വിച്ച് ഈസ് എ ഈവൻ നമ്പർ ആയിരിക്കും.
അല്ലാന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അല്ലാന്നുണ്ടെങ്കിൽ എൽസ് ഇറ്റ് ഈസ് എ ഓഡ് നമ്പർ. എൽസ് എന്ന് പറയുന്നത് അത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് ഞാനിവിടെ നോട്ട് പാഡ് എന്ന് പറയുന്ന ++ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഐ ആം ഗോയിങ് ടു ടെസ്റ്റ് മൈ പ്രോഗ്രാം. ഓക്കെ, പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇതുവഴി ഞാൻ ടെസ്റ്റ് ചെയ്യുന്നില്ല. ഞാനാണെങ്കിൽ ഇത് GCC വഴി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ CP ഫയൽസിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ CD GCC test.c എന്നിട്ട് ഞാൻ അതിനെ റൺ ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു നമ്പർ എന്താണെന്ന്. എൻ്റെ അത് വാല്യൂ ഓഫ് n. ഞാൻ 10 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. 10 എന്ന് പറയുന്നത് എന്താണ്? ഈവൻ നമ്പർ ആണ്. ഓക്കെ, ഫൈൻ. എൻ്റെ പ്രോഗ്രാം കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് റണ്ണിങ് ഫൈൻ. അപ്പോൾ അടുത്ത എനിക്ക് വേറൊരു ഇത് വന്നു. എനിക്ക് m എന്ന് പറയുന്ന നമ്പർ ഓടാണോ ഈവൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അടുത്ത എന്താണ് ഞാൻ ടെസ്റ്റ് ചെയ്യേണ്ടത്? m എന്ന് പറയുന്ന നമ്പർ ഓടാണോ ഈവൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. എനിക്കറിയാം സെയിം കോഡാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്. സെയിം കോഡ് ഞാൻ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തു. ഞാനാണെങ്കിൽ എന്ത് ചെയ്തു? വാല്യൂ ഓഫ് n-ന് പകരം ഞാൻ m വാങ്ങിച്ചു. ഇവിടെ n-ന് പകരം ഞാൻ m ഇട്ടു. ഇവിടെ n-ന് പകരം ഞാൻ m ഇട്ടു. അപ്പോൾ എന്താ സംഭവിച്ചത്? എനിക്ക് രണ്ടാമതൊരു വാല്യൂ ടെസ്റ്റ് ചെയ്യണം. അതിനെ ഞാൻ m എന്ന് വിളിച്ചു. ആ m എന്ന് പറയുന്നത് ഈവൻ ആണോ ഓടാണോ എന്ന് പറഞ്ഞ് ഞാൻ നോക്കണം. അപ്പോൾ ഞാൻ വീണ്ടും പ്രോഗ്രാം റൺ ചെയ്യുകയാണ്. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഒരു മിനിറ്റ്. ഓക്കെ, പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഞാൻ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. കമ്പൈൽ ചെയ്യുന്നു, റൺ ചെയ്യുന്നു. അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് n-ൻ്റെ വാല്യൂ എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നു. ഞാൻ n-ൻ്റെ വാല്യൂ നേരത്തെ എൻ്റർ ചെയ്തതുപോലെ തന്നെ എൻ്റർ ചെയ്യുന്നു. അടുത്തത് അത് ഈവൻ ആണെന്ന് പറയുന്നു. അടുത്തത് വേറൊരു നമ്പർ ചോദിക്കുന്നു. ഞാൻ 25 പറയുന്നു. അപ്പോൾ 25 ഓടാണെന്ന് പറയുന്നു. അപ്പോൾ നോക്കി, നിങ്ങൾ തന്നെ നോക്കുക. ഇപ്പോൾ രണ്ട് നമ്പർ ഓടാണ് ഈവൻ ആണ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് എത്ര കോഡ് എടുത്തു? ലൈൻ ഓഫ് കോഡ് എന്ന് പറയുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 28 ലൈൻ ഓഫ് കോഡ് എടുത്തു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നേരത്തെ ഈ സാധനം തന്നെയല്ല ഞാൻ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് വിട്ടത്. രണ്ട് വാല്യൂസ് തന്നെയല്ലേ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടത്. അപ്പോൾ ഇതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഈ ഇത്രയും ഭാഗത്തിനെ ഞാൻ കോപ്പി ചെയ്യുന്നു. ഈ കോപ്പി ചെയ്തിട്ട് ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? പേസ്റ്റ് ചെയ്യുന്നു ഇവിടെ. ഇതിനെയാണ് ഞാൻ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യത്തിനെയാണ് ഞാൻ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഞാനൊരു ഫംഗ്ഷൻ്റെ അകത്താക്കുന്നു. ഒരു ഓപ്പണിംഗ് ബ്രേസ് ക്ലോസിംഗ് ബ്രേസസിനകത്താക്കുന്നു. ഇനി ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതാൻ പോവാണ്. ഒരു ഫംഗ്ഷൻ ഞാൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എഴുതണം. ഈ ഒരു കാര്യം എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് ഈവൻ ആണോ ഓടാണോ എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. സോ ഞാൻ റിട്ടേൺ ടൈപ്പ് എന്താണെന്നാണ് പറയുന്നത്? ഓയിഡ് എന്നാണ് പറയുന്നത്. ദെൻ ഈ ഒരു ഫംഗ്ഷൻ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? I check whether a number is odd or even. അപ്പോൾ ഞാൻ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ചെക്ക് ഓഡ് ഈവൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഒരു പേര്, ജസ്റ്റ് ഒരു പേര്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം, എന്ത് വേണോ കൊടുക്കാം. ഇതിനെയാണ് ഞാൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ, ഇതിൻ്റെ അകത്ത് നമ്മൾ പാരാമീറ്റർ ലിസ്റ്റ് ആണ് പറയേണ്ടത്.
ഓക്കെ, ഇപ്പോൾ എനിക്ക് പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ല, സോ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഈ ഈ ഒരു എക്സാമ്പിളിൽ നിന്നും നമുക്ക് ജനറൽ ഫോം ഓഫ് ഫംഗ്ഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് പറയണം? റിട്ടേൺ ടൈപ്പ് പറയണം. റിട്ടേൺ ടൈപ്പ് പറയണം. അതിനുശേഷം എന്ത് പറയണം? റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്ന എന്ത് വാല്യൂ ആണോ റിട്ടേൺ ചെയ്യുന്ന ആ വാല്യൂവിന്റെ ടൈപ്പ്. പിന്നെ എന്ത് പറയണം? ഫംഗ്ഷന്റെ പേര് പറയണം. അതിനുശേഷം ബ്രാക്കറ്റിന്റെ അകത്ത് പാരാമീറ്റർ ലിസ്റ്റ് പറയണം. പാരാമീറ്റർ ലിസ്റ്റ് പറയണം. അതിനുശേഷം നമ്മൾ പറയേണ്ടത് എന്താണ്? ഈ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം കേളി ബ്രേസസിനകത്ത് പറയണം. ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നുള്ള കാര്യം പറയണം. ഇനി അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് പറയണം. ഇപ്പോൾ എല്ലാ ഈ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ നമ്മൾ റിട്ടേൺ വല്ലതും ചെയ്തായിരുന്നു? ഇല്ല. റിട്ടേൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പറയണ്ട, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഇല്ല. അപ്പോൾ ഇതെന്ന് പറയുന്ന മാൻഡേറ്ററി ആണോ? നോട്ട് മാൻഡേറ്ററി. മാൻഡേറ്ററി അല്ലാത്ത സാധനമാണ്. റിട്ടേൺ ടൈപ്പ് ഇല്ല. ഇപ്പോൾ റിട്ടേൺ ചെയ്യുന്നെങ്കിൽ റിട്ടേൺ പറയണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. എന്താണ്? റിട്ടേൺ, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ്. അപ്പോൾ ഇത്രയും ഇതാണ് ഒരു ഫംഗ്ഷന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. റിട്ടേൺ ടൈപ്പ് കാണും, ഫംഗ്ഷൻ നെയിം കാണും, പാരാമീറ്റർ ലിസ്റ്റ് കാണും. ഈ ഒരു പർട്ടിക്കുലർ ലൈനിനെ നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നാണ് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഈ കേളി ബ്രേസസിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്നായിരിക്കും വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കും? ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ പ്രോട്ടോടൈപ്പും എല്ലാം കൂടെ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് വിളിക്കുന്നത്. പ്രോട്ടോടൈപ്പും ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സും കൂടെ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് വിളിക്കുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പും ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സും കൂടെ പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇതേ കാര്യത്തിന് വേറൊരു കാര്യമാണ്. അതിനെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്നാണ് വിളിക്കുന്നത്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഫംഗ്ഷൻ ഡിക്ലറേഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം റിട്ടേൺ ടൈപ്പ് എഴുതുക, റിട്ടേൺ ടൈപ്പ് എഴുതുക, പിന്നെ ഫംഗ്ഷന്റെ പേര് എഴുതുക, ഫംഗ്ഷൻ നെയിം എഴുതുക, പിന്നെ പാരാമീറ്റർ ലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു എഴുതുക. ലാസ്റ്റ് ഒരു സെമി കോളൻ ഇടുക. അതായത് പ്രോട്ടോടൈപ്പിന്റെ കൂടെ ഒരു സെമി കോളനും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താകും? അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് വേണമെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ മാത്രം എഴുതിയാലും മതി. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്ത് നമ്മുടെ തിയറി പാർട്ടിനകത്ത് കൊണ്ടിടുകയാണ്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്താണെന്ന് പറഞ്ഞു, ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്താണെന്നുള്ള കാര്യം പറഞ്ഞു, ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്നുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ പുറകോട്ടുള്ള നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാം. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ഈ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ചെക്ക് ഓഡ് ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? അതെന്ന് പറയുന്ന ഫംഗ്ഷന്റെ പേരാണ്. ഇതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഓപ്പണിംഗ് ബ്രേസസിനകത്ത് നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് ദർ ഇസ് നോ പാരാമീറ്റർ ലിസ്റ്റ്. പാരാമീറ്റർ ലിസ്റ്റ് ഒന്നും ഇല്ല. ഇതിൻ്റെ അകത്ത് ഞാൻ എന്താ ചെയ്യുന്നത്? ഒരു വാല്യൂ n എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടില്ലേ? സോ ഞാനിവിടെ n എന്ന് പറയുന്ന ഒരു വാല്യൂ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഫൈൻ, തീർന്നു. എൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ പ്രോഗ്രാം എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. എല്ലാ പ്രോഗ്രാമും ഞാൻ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ എന്താ ചെക്ക് ചെയ്യേണ്ടത്? എനിക്ക് രണ്ട് നമ്പർ ഈവൻ ആണോ ഓഡാണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ചെക്ക് ഓഡ് ഓർ ഈവൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാൻ വിളിച്ചു. ഇതിനെ ഞാൻ വിളിക്കുന്നത് ഫംഗ്ഷൻ കോൾ എന്നാണ്. അപ്പോൾ ഒരു ഫംഗ്ഷന് 3 പാർട്സ് ആണ് മെയിൻലി ഉള്ളത്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുക? ഫംഗ്ഷന്റെ പേര് വെച്ച് വിളിക്കുക. ഫംഗ്ഷന്റെ പേര് വെച്ച് വിളിക്കുക. അത് നമുക്ക് ഡിഫറൻറ്റ് എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ കോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആ പേര്, ഫംഗ്ഷന്റെ പേര് വെച്ച് അതിനെ വിളിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ഒരു നമ്പർ ഈവൻ ആണോ ഓഡാണോ എന്ന് ചെക്ക് ചെയ്യും. അടുത്തത് വേറൊരു പ്രാവശ്യം കൂടെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? വേറൊരു നമ്പർ
ഈവൻ ആണോ ഓടാണോ എന്ന് ചെക്ക് ചെയ്യും. ഞാൻ ഒരിക്കൽ കൂടെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നമ്പറും കൂടെ ഓടാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. ജസ്റ്റ് ഫംഗ്ഷന്റെ പേര് വെച്ച് കോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എറർ ഒന്നുമില്ല. ഞാൻ റൺ ചെയ്യാണ്. അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കുന്നു എൻ്റർ ദി വാല്യൂ ഓഫ് n. ഞാൻ 10 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. 10 ഈവൻ ആണ്. വീണ്ടും എൻ്റെ അടുത്ത് ചോദിക്കുന്നു. ദാറ്റ് മീൻസ് രണ്ടാമത്തെ ഞാൻ ചെക്ക് ഓഡ് ഈവൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിച്ചുകൊണ്ടാണ് ഇത് വീണ്ടും ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ അവിടെ 25 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഓടാണെന്ന് പറയുന്നു. അപ്പം ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ എന്ത് വിളിക്കുന്നുണ്ട്? ചെക്ക് ഓഡ് ഓർ ഈവൻ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ വേറൊരു നമ്പറും കൂടെ ഇൻസേർട്ട് ചെയ്യുന്നു, 34. അപ്പോൾ 34 ഈവൻ ആണെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ 3 പ്രാവശ്യം ചെക്ക് ഈവൻ വിളിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 3 നമ്പറിനെ റീഡ് ചെയ്തതിന് ശേഷം ആ 3 നമ്പറും ഓടാണോ ഈവൻ ആണോ എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആൻസർ എനിക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് അതിന് പകരം ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സെയിം സ്റ്റെപ്പുകൾ എഴുതേണ്ട ആവശ്യം. നമ്മൾ നേരത്തെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തപ്പോൾ ലൈൻ ഓഫ് കോഡ് കൂടിയായിരുന്നു. ടോട്ടൽ 28 ലൈൻ ഓഫ് കോഡ് ഉണ്ടായിരുന്നു. ഇപ്പം 3 നമ്പർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് എത്ര ലൈൻ ഓഫ് കോഡ് വന്നുള്ളൂ? 25 ലൈൻ ഓഫ് കോഡേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ലൈൻ ഓഫ് കോഡ്സ്, അതായത് ഒരു പ്രോഗ്രാമിന്റെ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെങ്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇഫ് വി ആർ യൂസിങ് എ പർട്ടിക്കുലർ ഇഫ് വി ആർ യൂസിങ് എ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ ഒരു വലിയ ഫംഗ്ഷനായിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഫംഗ്ഷനായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ഓഡ് ഓർ ഈവൻ, ശരി, അപ്പോൾ ഇത് ഓഡ് ഓർ ഈവൻ ആണെന്നോ ചെക്ക് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാലിറ്റിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാനും ഒരു പ്രോഗ്രാം വായിച്ച ഉടനെ തന്നെ അത് മനസ്സിലാക്കാനും പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റീഡബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഒരു വലിയ പ്രോഗ്രാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഫംഗ്ഷൻ എഴുതി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലിയും ഈസി ആവും, പെട്ടെന്ന് നമ്മുടെ ജോലി തീർക്കാനും പറ്റും. ഇതാണ് ഫംഗ്ഷന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഫംഗ്ഷൻസിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലായി, ഫംഗ്ഷൻസിന്റെ പാർട്ട് എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. ഫംഗ്ഷന്റെ ഒരു പാർട്ട് കൂടെ ഉണ്ട്, എന്തായിരുന്നു? ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫംഗ്ഷന്റെ പേര് പറയുക, ഫംഗ്ഷൻ നെയിം പറയുക, ദെൻ പാരാമീറ്റേഴ്സ് വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ പാരാമീറ്റർ ലിസ്റ്റ് പറയുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സെമി കോളൻ കൂടെ. അപ്പോൾ ഫംഗ്ഷൻ കോളായി. അപ്പോൾ നമുക്ക് ഇതിന് ഫംഗ്ഷന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഇൻബിൽഡ് ഫംഗ്ഷൻസും ഒന്ന് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ഇൻബിൽഡ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാറുള്ള printf എന്ന് പറയുന്നത് ഒരു ഇൻബിൽഡ് ഫംഗ്ഷൻ ആണ്. ആ ഇൻബിൽഡ് ഫംഗ്ഷൻ എവിടെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? std.h എന്ന് പറയുന്ന stdio.h എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലിനകത്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സിമിലർലി scanf എന്ന് പറയുന്നത് എവിടെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? scanf എന്ന് പറയുന്നത് stdio.h-നകത്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇനി strlen സ്ട്രിംഗ് ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ, അതും ഒരു ഇൻബിൽഡ് ഫംഗ്ഷൻ ആണ്. അതും എവിടെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? അതും ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ string.h എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനകത്താണ്. strcpy എന്ന് പറയുന്നത് ഒരു ഇൻബിൽഡ് ഫംഗ്ഷൻ ആണ്. അങ്ങനെ ഇഷ്ടം പോലെ ഇൻബിൽഡ് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇപ്പോൾ പറയാനുള്ള ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എവിടെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയാം. ഇനി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളായിട്ട് എഴുതുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചെക്ക് ഓഡ് ഓർ ഈവൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതി. ദിസ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാലോ? യൂസറായിട്ട്, അതായത് നമ്മൾ എഴുതുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഇൻബിൽഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻബിൽഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻബിൽഡ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളൂ. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്.
അത് ഇച്ചിരി ഉള്ളൂ. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം ഞാൻ വേറൊരു കോപ്പി ചെയ്യാം. ശരി, കോപ്പി ചെയ്തു. ഞാൻ അടുത്ത പ്രോഗ്രാം എഴുതാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതണം. ഓക്കെ, എൻ്റെ എയിം എന്താണ്? ഫംഗ്ഷൻ ടു ആഡ് ടു നമ്പേഴ്സ്. അപ്പം ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. സോ ഓയിഡ്, അത് റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല, ഒരു റിട്ടേണും ചെയ്യുന്നില്ല. ആഡ് ടു നമ്പേഴ്സ് ആൻഡ് ഡിസ്പ്ലേ ദ സം. സം ഡിസ്പ്ലേ ആവും. അപ്പം ഞാൻ അതിനു വേണ്ടി ആദ്യം ഒന്നും ഡിസ്പ്ലേ ചെയ്യുന്നതുകൊണ്ട് ഞാൻ റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല. സോ ഓയിഡ് ആഡ്. ഞാൻ പാരാമീറ്റേഴ്സ് ഒന്നും വാങ്ങിക്കുന്നില്ല. സോ ഈ ഒരു പർട്ടിക്കുലർ കേസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? നോ റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല, ആൻഡ് നോ പാരാമീറ്റർ ലിസ്റ്റ്, നോ പാരാമീറ്റേഴ്സ്. അപ്പോൾ രണ്ട് നമ്പർ ഞാൻ വാങ്ങിക്കണ്ടേ? സോ ഇൻറ്റ് എ കോമ ബി, രണ്ട് നമ്പർ വാങ്ങിച്ചു. എനിക്കത് അതിൻ്റെ സമ്മ് എടുക്കണ്ടേ? സോ സമ്മ് എടുക്കാൻ വേണ്ടി ഒരു വേരിയബിൾ. അപ്പോൾ ഞാൻ സ്കാൻഎഫ് ചെയ്ത് ഞാൻ എന്ത് വാങ്ങിക്കാൻ പോവാണ്? വാല്യൂ ഓഫ് എ ആൻഡ് ബി വാങ്ങിക്കാൻ പോവാണ്. എ ആൻഡ് ബി വാങ്ങിച്ചു. സ്കാൻഎഫ് %d ആംപർസെൻറ്റ് എ കോമ ആംപർസെൻറ്റ് ബി. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? യൂസറിൻ്റെ നിന്ന് എയുടെയും ബിയുടെയും വാല്യൂ വാങ്ങിച്ചു. എങ്ങനെ സം കണ്ടുപിടിക്കാൻ പറ്റും? സം ഈക്വൽ ടു എ പ്ലസ് ബി. ശരി, ഞാൻ എന്ത് ചെയ്യാണ്? പ്രിൻ്റ് സം ഈക്വൽ ടു %d സം. ഓക്കെ, ഞാൻ അതിന് ശേഷം എന്ത് ചെയ്യാണ്? മെയിൻ ഫംഗ്ഷനിൽ ചെന്ന് ഞാൻ എന്ത് ചെയ്യാണ്? ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുകയാണ്. ആഡ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വരും, ഈ ഒരു പർട്ടിക്കുലർ കേസിലേക്ക് വരും. എന്നിട്ട് രണ്ട് നമ്പർ മേടിക്കും, സം കാൽക്കുലേറ്റ് ചെയ്യും, സം ഡിസ്പ്ലേ ചെയ്യും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ test.c. അപ്പോൾ ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് എയുടെയും ബിയുടെയും വാല്യൂ എത്രയാണെന്ന് ചോദിക്കുകയാണ്. ഞാൻ പറയുന്നു 10ഉം 20ആണ് ഞാൻ കൊടുക്കുന്ന വാല്യൂ. സോ എനിക്ക് എന്തെന്ന് പറഞ്ഞു വന്നു? സം ഈക്വൽ ടു 30 എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ ദിസ് ഈസ് ദ വൺ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഹാവിങ് നോ റിട്ടേൺ ടൈപ്പ് ആൻഡ് നോ പാരാമീറ്റേഴ്സ്. ഇനി ഞാൻ അടുത്തൊരു ഫംഗ്ഷൻ എഴുതുകയാണ്. ഈ ഫംഗ്ഷൻ്റെ അകത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സം ചെയ്യേണ്ട നമ്പേഴ്സ് ഞാൻ പാസ് ചെയ്യും. എനിക്ക് രണ്ട് നമ്പറാണ് സം ചെയ്യേണ്ടത്. ആ രണ്ട് നമ്പറിൽ ഞാൻ ഈ ഒരു സാധനം അങ്ങോട്ടേക്ക് കോപ്പി ചെയ്യാം, ടെസ്റ്റിലേക്ക് കോപ്പി ചെയ്യാം. ശരി, അപ്പോൾ ഒരു ടൈപ്പ് മനസ്സിലായല്ലോ. ശരി, അടുത്ത ടൈപ്പ് ഞാൻ പറയാൻ പോവാണ്. ഫംഗ്ഷൻ ടു ആഡ് ടു നമ്പേഴ്സ് ആൻഡ് ഡിസ്പ്ലേ ദ സം. ഫംഗ്ഷൻ ടു ആഡ് ടു നമ്പേഴ്സ് given as parameters. അതായത് രണ്ട് നമ്പർ പാരാമീറ്റേഴ്സ് ആയിട്ട് ഞാൻ കൊടുക്കും. ആ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? നോ റിട്ടേൺ ടൈപ്പ് ആൻഡ് ഹാവ് പാരാമീറ്റേഴ്സ്. അപ്പോൾ എത്ര പാരാമീറ്റേഴ്സ് ആണ് എനിക്കുള്ളത്? രണ്ട് പാരാമീറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ ഞാൻ എ എന്നും ബി എന്നും വിളിക്കുന്നതിന് ഇൻറ്റ് എ. നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ രണ്ട് പാരാമീറ്റേഴ്സ് P1 ഉം P2 ആണ് എന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ ഡേറ്റ ടൈപ്പ് പറയണം, പിന്നെ P1, പിന്നെ അടുത്ത ഡേറ്റ ടൈപ്പ് പറയണം, അടുത്ത വേരിയബിൾ നെയിം. അപ്പോൾ എയും ബിയും എനിക്കുണ്ട്. അപ്പോൾ ഞാൻ അത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? സം ഈക്വൽ ടു എ പ്ലസ് ബി, സം ഈക്വൽ ടു %d സം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എയും ബിയും ഞാൻ അയക്കുന്ന വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്തിട്ട് ആ സം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ആഡ് എന്ന് മാത്രം വിളിച്ചാൽ മതിയോ? പോരാ. അവിടെ ഞാൻ എന്ത് പാസ് ചെയ്യണം? രണ്ട് നമ്പേഴ്സ് പാസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഞാനാണെങ്കിൽ രണ്ട് നമ്പർ 20ഉം 30ഉം പാസ് ചെയ്യണം.
ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസറിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം പാസ് ചെയ്യാം. നമുക്ക് അത്രയും സമയമില്ലാത്തത് കാരണം നമ്മളിപ്പോൾ രണ്ട് നമ്പർ ഞാൻ പാസ് ചെയ്യുന്നു, 20യും 30യും ഞാൻ പാസ് ചെയ്യുന്നു. അപ്പോൾ എയുടെ വാല്യൂ എന്തായി വരും? 20 ആയിട്ട് വരും. ബിയുടെ വാല്യൂ എന്തായിട്ട് വരും? 30 ആയിട്ട് വരും. എന്നിട്ട് സം എന്ത് ചെയ്യും? 20യും 30യും കൂടെ ആഡ് ചെയ്തതിന് ശേഷം സമ്മിൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടും? 50 എന്ന് പറഞ്ഞു. ആ വാല്യൂ ഞാൻ വാങ്ങിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ സമ്മിൻ്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞു വരുന്നു? സമ്മിൻ്റെ വാല്യൂ 50. യെസ്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ സമ്മിൻ്റെ വാല്യൂ 50 ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ഈ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫംഗ്ഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നോ റിട്ടേൺ ടൈപ്പ്. ഓയിഡ് ആണ് റിട്ടേൺ ടൈപ്പ്. ആൻഡ് പാരാമീറ്റേഴ്സ് ഉണ്ടോ? യെസ്, വി ഹാവ് 2 പാരാമീറ്റേഴ്സ്. ഒന്നോ അതിലധികമോ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഹാവ് പാരാമീറ്റേഴ്സ് എന്ന് തന്നെ പറയും. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പായി. ഫസ്റ്റ് ടൈപ്പ് എന്തായിരുന്നു? നോ റിട്ടേൺ ടൈപ്പ് ആൻഡ് നോ പാരാമീറ്റേഴ്സ്. സെക്കൻഡ് ടൈപ്പ് എന്തായിരുന്നു? നോ റിട്ടേൺ ടൈപ്പ് ആൻഡ് ഹാവ് പാരാമീറ്റേഴ്സ്. ഇനി അപ്പോൾ അടുത്ത സെഷനിലേക്ക് നമുക്ക് പോവാം. അടുത്ത സെഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അടുത്ത കോമ്പിനേഷൻ എന്തായിരിക്കും? ഞാൻ പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല. ഞാൻ രണ്ട് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നു. രണ്ട് നമ്പേഴ്സ് എനിക്ക് സമ്മ് എന്ന് പറയുന്ന ഡിസ്പ്ലേ ചെയ്യാതെ റിട്ടേൺ ദ സം. ഓക്കെ, ഫംഗ്ഷൻ ടു ആഡ് 2 നമ്പേഴ്സ് ആൻഡ് റിട്ടേൺ ദ സം. അപ്പം ഞാനിവിടെ പാരാമീറ്റേഴ്സ് വല്ലതും പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. റിട്ടേൺ ടൈപ്പ് ഉണ്ടോ? ഉണ്ട്. യെസ്, ഹാവ് റിട്ടേൺ ടൈപ്പ് അല്ലെങ്കിൽ ഹാസ് റിട്ടേൺ ടൈപ്പ്. ഇപ്പം പാരാമീറ്റേഴ്സ് ഒന്നുമില്ല. അപ്പം നേരത്തെ പോലെ തന്നെയാണ്. രണ്ട് നമ്പർ ഞാൻ മേടിക്കണം, സമ്മ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കോഡ് എഴുതുകയാണ്. പ്രിന്റ് എഫ് enter the value of a and b, scanf %d ampersand a comma ampersand b sum equal to a plus b. എന്നിട്ട് സമ്മ് ഡിസ്പ്ലേ ചെയ്യണോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? സമ്മ് റിട്ടേൺ ചെയ്യണം. സോ റിട്ടേൺ എന്ത് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്? സം വാല്യൂ ആണ് ഞാൻ റിട്ടേൺ ചെയ്യേണ്ടത്. ശരി, അപ്പോൾ റിട്ടേൺ സം. ഇനി ഈ സമ്മിൻ്റെ ടൈപ്പ് എന്താണ്? സമ്മിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റിജർ ആണ്. സോ എന്താണ് ഞാൻ ഇവിടെ ചെയ്യേണ്ടത്? റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്ന ഇൻറ്റിജർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് കൊടുക്കണ്ട? പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്യണ്ട. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കണം? ഒരു വാല്യൂ ഞാൻ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഞാൻ സേവ് ചെയ്യണം. സോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു? ഇൻറ്റ് എസ് ഈക്വൽ ടു ആഡ് എന്ന് പറയുന്നു. ഇൻറ്റ് എസ് ഈക്വൽ ടു ആഡ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന സം വാല്യൂ ഞാൻ ഏത് വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്? എസ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. സം ഈക്വൽ ടു %d സം. സോ യെസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് വിളിക്കുന്നു. ആഡ് വിളിക്കുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനിലേക്ക് പോവും. പർട്ടിക്കുലർ ഫംഗ്ഷനിലേക്ക് പോയിട്ട് രണ്ട് നമ്പർ മേടിക്കും. രണ്ട് നമ്പർ സെറ്റ് 10ഉം 20 ആണെന്ന് വിചാരിക്കുക. 10ഉം 20യും ആഡ് ചെയ്തതിന് ശേഷം സമ്മിനകത്ത് എന്ത് വാല്യൂ വരും? 30 വരും. ആ 30 ഞാൻ റിട്ടേൺ ചെയ്യുന്നു. 30 റിട്ടേൺ ചെയ്യുമ്പോൾ നേരെ എങ്ങോട്ടേക്ക് വരും? ഇവിടെ വരും. ആ വാല്യൂ എസ് ഈക്വൽ ടു 30 എന്ന് പറഞ്ഞാൽ സൈൻ ആവും. എന്നിട്ട് ഞാൻ സം പ്രിന്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പോൾ എസിൻ്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ സമ്മിൻ്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും? 30 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. സോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി. സോ ഇറ്റ് ഈസ് ആസ്കിങ് ഫോർ 2 നമ്പേഴ്സ്. നമ്മൾ നേരത്തെ കൊടുത്ത പോലെ 10ഉം 20യും തന്നെ കൊടുക്കാം. സോ ആൻസർ 30, കറക്റ്റ്. അപ്പോൾ നമ്മൾ അടുത്ത ടൈപ്പ് പഠിച്ചു. എന്താണ്? ഹാസ് റിട്ടേൺ ടൈപ്പ് ആൻഡ് നോ പാരാമീറ്റേഴ്സ്. അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് പഠിച്ചു. ഇനി ആകെ ഒരേ ഒരു ടൈപ്പും കൂടെ ഉള്ളൂ. അതെന്താണ്? ഫൈനൽ ടൈപ്പ്, വിച്ച് ഈസ് എന്തായിരിക്കും? റിട്ടേൺ ടൈപ്പും ഉണ്ട്, പിന്നെ പാരാമീറ്റർ ലിസ്റ്റും ഉണ്ട്. അങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ടൈപ്പ്, വിച്ച് ഈസ് ഫൈൻഡ് ഗിവൺ ആസ് പാരാമീറ്റേഴ്സ് ആൻഡ് റിട്ടേൺ ദ സം. അപ്പോൾ ഞാൻ സം ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. സോ ഇൻറ്റ് ആഡ് ഇൻറ്റ് എ കോമ ബി. ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വരെ ഞാൻ എന്ത് ചെയ്യണം? സം റിട്ടേൺ ചെയ്യണം. ഇവിടെ
ഞാൻ ആഡ് വിളിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? 2 നമ്പർ പാസ് ചെയ്യണം. 20യും 30യും ഞാൻ പാസ് ചെയ്തു. സോ ഇവിടെ എന്ത് സംഭവിക്കും? ആഡ് വിളിക്കുമ്പോൾ എയുടെ വാല്യൂ എന്തായിട്ട് മാറും? 20 ആയിട്ട് മാറും. ബിയുടെ വാല്യൂ എന്തായിട്ട് മാറും? 30 ആയിട്ട് മാറും. എയും ബിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 20 + 30 ആഡ് ചെയ്യുമ്പോൾ സമ്മിൻ്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞ് കിട്ടും? 50 എന്ന് പറഞ്ഞ് കിട്ടും. ആ 50 ഞാൻ റിട്ടേൺ ചെയ്യുന്നു. നേരെ എസിൻ്റെ വാല്യൂ എന്തായിട്ട് വരുന്നു? 50 ആയിട്ട് വരുന്നു. സം എന്ന് പറയുന്നത് എന്തായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു? 50 ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം 50 വരുന്നുണ്ടോ എന്ന് പറഞ്ഞ്. സമ്മിൻ്റെ വാല്യൂ 50. യെസ്, കറക്റ്റാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഹാസ് റിട്ടേൺ വാല്യൂ ആൻഡ് ഹാവ് പാരാമീറ്റേഴ്സ്. അപ്പോൾ 4 ടൈപ്പാണ് നമുക്ക് പഠിച്ചത്. എന്താണ്? റിട്ടേൺ ടൈപ്പ് ഇല്ല, പാരാമീറ്റർ ടൈപ്പ് ഇല്ല. ഫസ്റ്റ് ടൈപ്പ്. റിട്ടേൺ ടൈപ്പ് ഇല്ല, പാരാമീറ്റേഴ്സ് ഉണ്ട്. സെക്കൻഡ് ടൈപ്പ്. റിട്ടേൺ ടൈപ്പ് ഉണ്ട്, പാരാമീറ്റേഴ്സ് ഇല്ല. തേർഡ് ടൈപ്പ്. ആൻഡ് ഫോർത്ത് ടൈപ്പ് ഈസ് ഹാസ് റിട്ടേൺ ടൈപ്പ് ആൻഡ് ഹാവ് പാരാമീറ്റേഴ്സ്. ഓക്കെ, നമുക്ക് അറ്റ് എ ടൈം ഒരു ഫംഗ്ഷനിൽ നിന്നും ഒരു വാല്യൂ മാത്രമേ എനിക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അറ്റ് എ ടൈം ഒരു ഫംഗ്ഷനിൽ നിന്നും ഒരു വാല്യൂവേ എനിക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് എത്രയാണ് നമുക്ക് ഫംഗ്ഷനിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ വേണ്ടത്. നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നു, അതിനകത്ത് ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ചെയ്യാം. ദെൻ പാസ് ബൈ വാല്യൂ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ പറ്റി പഠിക്കും. അറേ പാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് 30 മിനിറ്റ്സ് ലെക്ചേഴ്സ് എന്നാണെന്നുള്ള കാര്യം ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പറയാം. താങ്ക്സ്.